ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 5 വീണയാണ് പഠിച്ചത്. ഇനി പാഠം 6 കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ ആരായിരുന്നു? തുള്ളൽ കൃതിയുടെ കർത്താവായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ കൃതികളുടെ കർത്താവായ കുഞ്ചൻ നമ്പ്യാർ ഏതാണ്ട് 2.5 നൂറ്റാണ്ട് മുമ്പ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് കുടുംബത്തിലാണ് ജനിച്ചത്. അതായത് കുഞ്ചൻ നമ്പ്യാർ ഏതാണ്ട് 2.5 നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കിള്ളിക്കുറിശി മംഗലം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം ആദ്യം ചെമ്പകശ്ശേരി രാജാവിന്റെയും പിന്നീട് മാർത്താണ്ഡവർമ്മ രാജാവിന്റെയും ആശ്രിതനായി കഴിഞ്ഞു. അതായത് അയാളുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം അദ്ദേഹം ചെമ്പകശ്ശേരി രാജാവിന്റെയും പിന്നീട് മാർത്താണ്ഡവർമ്മ രാജാവിന്റെയും ആശ്രിതനായി കഴിഞ്ഞു. അതിനുശേഷം ആളുകളുടെ ധനമോഹം, പൊങ്ങച്ചം, അലസത, സ്വാർത്ഥത, മദ്യപാനം തുടങ്ങിയ ദുർഗണങ്ങളെയെല്ലാം നമ്പ്യാർ തന്റെ തുള്ളൽ പാട്ടുകളിലൂടെ പരിഹസിച്ചു. നമ്പ്യാർ എന്ത് ചെയ്തു? അയാളുടെ ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വത്തിനോടുള്ള ആഗ്രഹം, പിന്നെ പൊങ്ങച്ചം പറച്ചില്, പിന്നെ പേടി, പിന്നെ ഒരു തരം മടി, പിന്നെയോ എന്റെ എന്നുള്ള ആ ഒരു സ്വാർത്ഥത, പിന്നെ മദ്യപാനം, കുടിക്കുക, അങ്ങനെയുള്ള ദുശീലങ്ങളെല്ലാം നമ്പ്യാർ തന്റെ തുള്ളൽ പാട്ടുകളിലൂടെ പരിഹസിച്ച് പാടാൻ തുടങ്ങി. കേരളത്തിന്റെ അന്നത്തെ ജീവിതത്തിന്റെ പല ചിത്രങ്ങളും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ കാണാം. കേരളത്തിലെ അന്ന് കാലത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ആ കാലത്ത് ഉണ്ടായിരുന്ന ആ കേരളത്തിന്റെ പല ചിത്രങ്ങളും അയാളുടെ കവിതകളിൽ കാണാൻ കഴിയും. പണ്ഡിതനും പാമരനും ഒരുപോലെ രസിക്കുന്നതാണ് നമ്പ്യാരുടെ കൃതികൾ. നല്ല ബുദ്ധിയുള്ള ആൾക്കാർക്കും അത്രയ്ക്ക് അങ്ങനെ ഒരു ആവറേജ് ഉള്ള ആൾക്കാർക്കും നല്ല പോലെ ഇഷ്ടപ്പെടുന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ. അതുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് നടത്തുകയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ ആയിരുന്നു അവിടെ മിഴാവ് കൊട്ടിരുന്നത്. അതായത് കൂത്തിന് ഉപയോഗിക്കുന്ന ഒരു വാദ്യം ആണ് അത്. അതൊരു കുടം പോലുള്ള ഒരു സാധനം. മിഴാവ് കൊട്ടുന്നതിനിടയിൽ നമ്പ്യാർ ഉറങ്ങിപ്പോയി. ഇതിന് ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു. ഈ മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കെ നമ്പ്യാർ എന്ത് ചെയ്തു? അറിയാതെ ഉറങ്ങിപ്പോയി. നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അറിയാതെ ഉറങ്ങിപ്പോവില്ലേ? അതുപോലെ. അപ്പോ നമ്പ്യാർ പരിഹസിച്ചു. അപമാനിതനായ നമ്പ്യാർ ചാക്യാരോട് പകരം വീട്ടാൻ ഉറച്ചു. അപ്പോ ഷെയിമായി മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ശരി, ഇയാൾക്കൊരു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാക്യാരോട് പകരം വീട്ടാൻ ഉറച്ചു. അടുത്ത ദിവസം കൂത്തു തുടങ്ങിയ സമയത്ത് അതിനടുത്ത് തന്നെ നമ്പ്യാർ പുതിയ വിധാനത്തോടെ രസകരമായ പുതിയൊരു കലാരൂപം അവതരിപ്പിച്ചു. അപ്പോ പിറ്റേ ദിവസം ചാക്യാർ കൂത്ത് നടത്തുകയാണ്. അതിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്തു? പുതിയൊരു കലാരൂപം രസകരമായി അവതരിപ്പിച്ചു. ആര്? നമ്പ്യാർ. അത് കേട്ട് കൂത്ത് കാണാനിരുന്നവരെല്ലാം നമ്പ്യാരുടെ കളി കാണാനെത്തി. അപ്പോ ഇവിടെ കൂത്ത് കാണാൻ വന്നിരുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്തു? നമ്പ്യാർ അപ്പുറത്ത് കളിക്കുകയായിരുന്നു, അവിടേക്ക് പോയി. ഇങ്ങനെയാണ് ഓട്ടം തുള്ളൽ ഉണ്ടായതെന്നാണ് കഥ. അപ്പോ നമ്പ്യാരിനെ പരിഹസിച്ചത് കൊണ്ട് അങ്ങനെ ആണ് ഉണ്ടായത് എന്നാണ് കഥ. ഓട്ടം തുള്ളൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. കല്യാണ സൗഗന്ധികം, സന്താന ഗോപാലം, ബാണയുദ്ധം, സെമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, സീതാ സ്വയംവരം, ത്രിപുര ദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം, കീചകവധം എന്നിങ്ങനെ ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം, സന്താന ഗോപാലം, ബാണയുദ്ധം, സെമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, സീതാ സ്വയംവരം, ത്രിപുര ദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം, കീചകവധം എന്നിങ്ങനെ ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങളൊരു 5 times വായിക്കുക. അതിലെ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പെൻസിൽ കൊണ്ട് അടിവരയിടുക. അതായത് ചാക്യാർ, ധനമോഹം, പണ്ഡിതനും കർത്താവായ, പൊങ്ങച്ചം, ആശ്രിതനായി, പാമരനും രചിച്ചിട്ടുണ്ട്, ഭീരുത്വം, മിഴാവ്, അലസത, അപമാനിതനായ, സ്വാർത്ഥത, പരിഹസിച്ചു, മദ്യപാനം, ദുർഗണങ്ങളെ എല്ലാം കൃതികൾ. ഇതെല്ലാം പെൻസിൽ കൊണ്ട് അടിവരയിടുക. അതേപോലെ സമാന പദങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ.